Good morning students. We are going to discuss about the topic gene transfer techniques in prokaryotes and its utility in genetic mapping. And in this class we will discuss about conjugation. So this is an important topic which is asked in essay for university exams many times. So you have to study this topic very carefully and give most importance to this topic. So what are gene transfer techniques? The DNA can be transferred from one organism to another by horizontal gene transfer mechanism. And one more thing to remember is that there is also one topic known as gene transfer technique in recombinant DNA technology, which we will study in the 4th unit. So you should not confuse between gene transfer techniques in bacteria and gene transfer technique in recombinant DNA technology. Both of them are separate and you have to read the question carefully before answering the essay. So the DNA can be transferred from one bacteria to another by horizontal gene transfer mechanism, and these mechanisms are of three types. First one is conjugation, that is transfer of genes between cells that are in physical contact with one another. Second one is transduction, that is transfer of genes from one cell to another by bacteriophage. And the third one is transformation, that is the transfer of cell-free or naked DNA from one cell to another, or the uptake of naked DNA by one cell is known as transformation. So the gene transfer techniques are the techniques used for the transferring of DNA from one organism to another, and this is done by horizontal gene transfer mechanism. The gene transfer techniques in bacteria are of three types. First one is conjugation, in which the transfer of genes occurs between the cells which are in physical contact with each other. Second one is transduction, that is transfer of genes from one bacteria to another with the help of the bacteriophage. And third one is transformation, that is the transfer of genes or the uptake of naked DNA by the cell. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജീൻ ട്രാൻസ്ഫർ ടെക്നിക്സ് ഇൻ ബാക്ടീരിയ ആൻഡ് ഇറ്റ്സ് യൂട്ടിലിറ്റി ഇൻ ജെനറ്റിക് മാപ്പിംഗ് ആണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് പല തവണ എസ്സേക്ക് ചോദിച്ചതാണ്, അപ്പോൾ ഇത് ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ ഇതുപോലത്തെ വേറൊരു ടോപ്പിക്ക് നിങ്ങളുടെ 4th യൂണിറ്റിലുണ്ട്, അതായത് ജീൻ ട്രാൻസ്ഫർ ടെക്നിക്സ് ഇൻ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്സും തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതണം. മാത്രമല്ല ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചിട്ട് വേണം എഴുതാൻ. ഇപ്പോൾ ജീൻ ട്രാൻസ്ഫർ ടെക്നിക്സ് ഇൻ ബാക്ടീരിയ ചോദിച്ചു കഴിഞ്ഞാൽ കോൺജുഗേഷൻ, ട്രാൻസ്ഫർമേഷൻ, ട്രാൻസ്ഡക്ഷൻ വേണം എഴുതാൻ. ജീൻ ട്രാൻസ്ഫർ ടെക്നിക്സ് ഇൻ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോപോറേഷൻ അതുപോലത്തെ മെത്തേഡ്സ് ആണ് എഴുതേണ്ടത്. രണ്ട് ക്വസ്റ്റ്യൻസും ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ജീൻ ട്രാൻസ്ഫർ ടെക്നിക്സ് ഇൻ ബാക്ടീരിയ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറെ ബാക്ടീരിയയിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ജീൻ ട്രാൻസ്ഫർ ടെക്നിക്സ് എന്ന് പറയുന്നത്. ജീൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ DNA ട്രാൻസ്ഫർ. അപ്പോൾ ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറൊരു ബാക്ടീരിയയിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ജീൻ ട്രാൻസ്ഫർ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീൻ ട്രാൻസ്ഫർ ടെക്നിക്സ് നടത്തുന്നത് ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ മെക്കാനിസം വഴിയാണ്. അപ്പോൾ 3 മെത്തേഡ്സ് ആണ് ജീൻ ട്രാൻസ്ഫർ ടെക്നിക്സിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ കോൺജുഗേഷൻ. അപ്പോൾ കോൺജുഗേഷൻ ഈസ് ദി ജീൻ ട്രാൻസ്ഫർ ടെക്നിക് ബിറ്റ്വീൻ സെൽസ് വിച്ച് ആർ ഇൻ ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. ഇപ്പോൾ രണ്ട് സെൽസ് ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴി DNA ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെത്തേഡാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺജുഗേഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോൺജുഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സെൽസ്, അതായത് ഫിസിക്കൽ കോണ്ടാക്റ്റിലുള്ള രണ്ട് സെൽസ് തമ്മിൽ DNA എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ DNA ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സെൽസും ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ കോൺജുഗേഷൻ നടക്കൂ. അപ്പോൾ രണ്ട് സെൽസ് തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് നടന്നിട്ട് അതുവഴി ജെനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് കോൺജുഗേഷൻ. രണ്ടാമത്തെ പ്രോസസ്സാണ് ട്രാൻസ്ഡക്ഷൻ, അതായത് ബാക്ടീരിയോഫേജിൻ്റെ സഹായത്തോടു കൂടി ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറെ ബാക്ടീരിയയിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ബാക്ടീരിയോഫേജിൻ്റെ സഹായത്തോടു കൂടി, അതായത് ബാക്ടീരിയോഫേജിനെ വെച്ചിട്ട് ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറൊരു ബാക്ടീരിയയിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് ട്രാൻസ്ഡക്ഷൻ. മൂന്നാമത്തെ മെത്തേഡാണ് ട്രാൻസ്ഫർമേഷൻ, അതായത് ഡയറക്റ്റായിട്ട് സെല്ല് എന്ത് ചെയ്യും? DNA പുറത്തുനിന്ന് ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അതാണ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്.
അതായത് പുറത്തുള്ള, അതായത് സെല്ലിൻ്റെ പുറത്തുള്ള അല്ലെങ്കിൽ മീഡിയയിലുള്ള DNA ഒരു സെല്ല്, ബാക്ടീരിയൽ സെല്ല് ഡയറക്റ്റായിട്ട് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കോൺജുഗേഷനും അതിൻ്റെ ടൈപ്സ് ആണ്. പിന്നെ അത് ഉപയോഗിച്ചിട്ടുള്ള ജീൻ മാപ്പിംഗ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. Bacterial conjugation was first discovered by Lederberg and Tatum in 1946 in Escherichia coli K12 strain. So, this is an illustration showing bacteria A and bacteria B. Bacteria A contains F plasmid, whereas the bacterial B does not contain F plasmid. So, the bacteria A, which contain F plasmid, has an ability to form pili and attached to bacteria B. There occurs a transfer of genetic material from bacteria A and bacteria B by mating or contact is called conjugation. So you can see in the figure there are two bacteria, bacteria A and bacteria B. The bacteria A contains F plasmid, so it has the ability to form pili, whereas bacteria B does not contain F plasmid, and the bacteria A attached to bacteria B through this pili. And the important term you have to understand is donor and recipient. The bacteria containing F plasmid is known as donor or F plus cell, whereas the bacteria that does not contain F plasmid is known as the recipient or F minus cell. ഇപ്പോൾ രണ്ട് ടൈപ്പ് സെൽസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഒന്ന് ഡോണർ സെല്ലും രണ്ടാമത്തത് റെസിപ്പിയൻറ്റ് സെല്ലും. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ കോൺജുഗേഷൻ മനസ്സിലാവൂ. അപ്പോൾ ഡോണർ സെല്ലും ഉണ്ട്, റെസിപ്പിയൻറ്റ് സെല്ലും ഉണ്ട്. എഫ് പ്ലാസ്മിഡ് ഉള്ള സെൽസാണ് ഡോണർ സെൽസ് അല്ലെങ്കിൽ എഫ് പ്ലസ് സെൽസ് എന്ന് പറയുന്നത്. എഫ് പ്ലാസ്മിഡ് ഇല്ലാത്ത സെൽസാണ് റെസിപ്പിയൻറ്റ് സെൽസ് അല്ലെങ്കിൽ എഫ് മൈനസ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്? ഡോണറും റെസിപ്പിയൻറ്റും. അപ്പോൾ എഫ് പ്ലാസ്മിഡ് ഉള്ള സെൽസാണ് ഡോണർ സെൽസ് അല്ലെങ്കിൽ എഫ് പ്ലസ് സെൽസ് എന്ന് പറയുന്നത്. എഫ് പ്ലാസ്മിഡ് ഇല്ലാത്ത സെൽസാണ് റെസിപ്പിയൻറ്റ് സെൽസ് അല്ലെങ്കിൽ എഫ് മൈനസ് സെൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെൽ എക്ക് എന്തുണ്ട്? എഫ് പ്ലാസ്മിഡ് ഉണ്ട്, അതുകൊണ്ട് അത് ഡോണർ സെല്ലാണ്. സെൽ ബിക്ക് എഫ് പ്ലാസ്മിഡ് ഇല്ല, അപ്പോൾ അത് എന്താണ്? റെസിപ്പിയൻ്റ് അല്ലെങ്കിൽ എഫ് മൈനസ് സെല്ലാണ്. അപ്പോൾ എഫ് പ്ലാസ്മിഡ് ഉള്ള സെൽസ് എഫ് പ്ലസ് സെൽസ് അല്ലെങ്കിൽ ഡോണർ സെൽസ്, എഫ് പ്ലാസ്മിഡ് ഇല്ലാത്ത സെൽസ് എഫ് മൈനസ് സെൽസ് അല്ലെങ്കിൽ റെസിപ്പിയൻറ്റ് സെൽസ്. സോ ബേസ്ഡ് ഓൺ ദി function, the bacterial plasmid can be classified into 5 main classes. First one is fertility or F plasmid. They are capable of conjugation or mating. So there are 5 types of plasmid based on their function. First one is F plasmid, and the bacteria having F plasmid has the ability to form pili and undergo conjugation or mating. The second one is the resistant plasmid or R plasmid, which gives antibiotic resistant or drug resistant. Next one is col plasmid, that code for colicins, which is the protein that can kill or inhibit other bacteria. Next is degradative plasmid, which helps in the degradation of substances like toluene, etc. Next is virulence plasmid, which gives the bacterium its pathogenicity. ഇപ്പോൾ 5 ടൈപ്പ് പ്ലാസ്മിഡ്സ് ആണ് മെയിൻലി ഉള്ളത്. ഒന്നാമത്തത് എഫ് പ്ലാസ്മിഡ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എഫ് പ്ലാസ്മിഡ് ഉള്ള സെൽസിനാണ് പില്ലൈ ഫോം ചെയ്ത് കോൺജുഗേഷൻ നടത്താനുള്ള എബിലിറ്റി ഉണ്ടാകുക. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്ലാസ്മിഡാണ് ആർ പ്ലാസ്മിഡ്, അതായത് റെസിസ്റ്റൻറ്റ് പ്ലാസ്മിഡാണ് ആർ പ്ലാസ്മിഡ്. അത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് തരും അല്ലെങ്കിൽ ഡ്രഗ് റെസിസ്റ്റൻസ് തരും. മൂന്നാമത്തെ പ്ലാസ്മിഡാണ് കോൾ പ്ലാസ്മിഡ്. അപ്പോൾ കോളിസിൻ സിന്തസൈസ് ചെയ്യുന്ന പ്ലാസ്മിഡാണ് കോൾ പ്ലാസ്മിഡ്സ്. അപ്പോൾ ഈ കോളിസിൻസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ വേറൊരു ബാക്ടീരിയക്കെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് കോളിസിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡീഗ്രഡേറ്റീവ് പ്ലാസ്മിഡ്, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസും പിന്നെ സീനോബയോട്ടിക്സ് ഒക്കെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയക്ക് ഉണ്ടാകേണ്ട പ്ലാസ്മിഡാണ് ഡീഗ്രഡേറ്റീവ് പ്ലാസ്മിഡ്. എക്സാമ്പിൾ ടോൾവിൻ ഒക്കെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്ലാസ്മിഡ്. ലാസ്റ്റ് ആണ് വിറുലൻസ് പ്ലാസ്മിഡ്, വിച്ച് ഗിവ്സ് പാത്തോജെനിസിറ്റി ടു ദി ബാക്ടീരിയ. There are 3 types of conjugation. First one is F plus into F minus conjugation. Second one is HFR into F minus conjugation. And third one is F prime conjugation. There are 3 types of conjugation: F plus into F plus and F minus conjugation, HFR into F minus conjugation and F prime conjugation. അപ്പോൾ ഇത് 3 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം വിത്ത് ഫിഗർ.
So what is the property of F factor? The F factor is a conjugative plasmid transferred from cell to cell by conjugation. And F plasmid is an episome, that is, it can insert itself into the chromosome and replicate as circular plasmid. The F plasmid has low copy number, that is 1 to 2 copies per cell, and it replicates 1 per cycle and segregates to both Dochter cells in cell division. അപ്പോൾ എഫ് പ്ലാസ്മിഡിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. എഫ് പ്ലാസ്മിഡ് ഒരു കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ് ആണ്. അപ്പോൾ എഫ് പ്ലാസ്മിഡുള്ള സെൽസിന് മാത്രമേ പില്ലൈ ഫോം ചെയ്യാൻ പറ്റൂ, അതുവഴി അത് കോൺജുഗേഷന് പോകാൻ പറ്റൂ. അപ്പോൾ എഫ് പ്ലാസ്മിഡ് ഉള്ള സെൽസ് മാത്രമേ എന്ത് ഫോം ചെയ്യൂ, പില്ലൈ ഫോം ചെയ്തിട്ട് കോൺജുഗേഷന് പോകും. പിന്നെ അതൊരു എപ്പിസോമായിട്ട് ആക്ട് ചെയ്യും. അതായത് ഈ എഫ് പ്ലാസ്മിഡ് ബാക്ടീരിയൽ ജെനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ക്രോമസോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു എപ്പിസോമ് പോലെ ആക്ട് ചെയ്യും. പിന്നെ എഫ് ഫാക്ടറിൻ്റെ അല്ല എഫ് പ്ലാസ്മിഡിൻ്റെ കോപ്പി നമ്പർ വളരെ ലോ ആണ്, അത് 1 to 2 per സെല്ലാണ്. പിന്നെ എഫ് പ്ലാസ്മിഡ് പാരൻറ്റ് സെല്ലിൽ നിന്ന് ഡോക്ടർ സെല്ലിലേക്ക് സെൽ ഡിവിഷൻ വൈ സെഗ്രിഗേറ്റ് ചെയ്യും. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കോൺജുഗേഷൻ ഈസ് എഫ് പ്ലസ് ഇൻറ്റു എഫ് മൈനസ് കോൺജുഗേഷൻ. അപ്പോൾ എഫ് പ്ലസ് എഫ് മൈനസ് കോൺജുഗേഷനാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ 1953 വില്യം ഹേയ്സ് ഒബ്റ്റെയിൻഡ് എവിഡൻസ് ദാറ്റ് ജെനറ്റിക് എക്സ്ചേഞ്ച് ഇൻ ഈക്കോളൈ occurs only in one direction, with one cell acting as donor and other cell acting as the recipient. And he proposed that the transfer of genetic material between the strain is mediated by a sex factor or fertility factor, and donor cell processing the F plasmid is called F plus cell, and the recipient cell lacking F plasmid is known as F minus cell. Then the F factor is transferred from F plus cell to F minus cell during conjugation process, and the F factor contains a region of DNA called origin that is required for its replication. So first type of conjugation is F plus and F minus conjugation. So it was proposed by William Hayes, and it was studied in E. coli. He said that there is a factor known as fertility factor or F factor or F plasmid, and the cells containing F plasmids are known as F plus cells or donor cells, and the cells lacking F plasmid are known as F minus cells or recipient cell. And the F plus cells will form the pillae and attach to F minus cells through which conjugation take place, and that F factor contains an origin that is required for its replication. And during F plus into F minus conjugation, a nick occurs at the origin, and the F factor starts to move from F plus cell to F minus cell, and there occurs DNA replication using this single strand as a template, and the circular F factor will be synthesized in double stranded form in the F minus cell, converting the F plus cell into F minus cell. So this is the figure of conjugation, that is F plus into F minus conjugation. You can see F plus cell has an F plasmid, whereas the F minus cell does not has an F plasmid. First, the donor cell attached to the recipient cell, that is F plus cell attached to F minus cell through a conjugation pili. Next, there occurs a nick in the origin of the F plasmid, and the F plasmids, one strand of the F plasmid start moving from the donor cell to recipient cells using the single strand as the template. The another strand of the F factor is synthesized. As a result, another F factor or the F plasmid occurs in the F minus cell, converting F minus cell to F plus cell. അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന കോൺജുഗേഷൻ എഫ് പ്ലസ് സെല്ലും എഫ് മൈനസ് സെൽസും തമ്മിലുള്ളതാണ്. അപ്പോൾ എന്താണ് എഫ് പ്ലസ് സെല്ല്, എന്താണ് എഫ് മൈനസ് സെല്ല്? അപ്പോൾ എഫ് പ്ലസ് സെല്ല് എന്ന് പറയുന്നത് എഫ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഫാക്ടർ ഉള്ള സെൽസാണ് എഫ് പ്ലസ് സെല്ല് എന്ന് പറയുന്നത്. ഇവർക്ക് എന്ത് എബിലിറ്റി ഉണ്ട്? പില്ലെ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. എഫ് ഫാക്ടർ ഇല്ലാത്ത സെൽസാണ് എഫ് മൈനസ് സെൽ അല്ലെങ്കിൽ റെസിപ്പിയൻറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഇവർക്ക് എന്ത് എബിലിറ്റി ഇല്ല? പില്ലെ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അപ്പോൾ എഫ് ഫാക്ടർ ഉള്ള സെൽസ് അല്ലെങ്കിൽ എഫ് പ്ലാസ്മിഡ് ഉള്ള സെൽസാണ് ഡോണർ സെല്ല്. അതിന് നമ്മൾ എഫ് പ്ലസ് സെൽ എന്ന് വിളിക്കും. എഫ് ഫാക്ടർ ഇല്ലാത്ത സെല്ലാണ് റെസിപ്പിയൻറ്റ് സെൽസ് അല്ലെങ്കിൽ എഫ് മൈനസ് സെൽ എന്ന് വിളിക്കും.
അപ്പോൾ എപ്പോഴും ഡി എൻ എൻ്റെ ട്രാൻസ്ഫർ എഫ് പ്ലസ് സെല്ലിൽ നിന്ന് എഫ് മൈനസ് സെല്ലിലേക്കാണ് നടക്കുക. അതായത് ഉള്ള ആൾക്കല്ലേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതിലുള്ള എഫ് ഫാക്ടർ ഉള്ള ആരാണ് എഫ് പ്ലസ് സെല്ലാണ്. അപ്പോൾ ഉള്ള ആളാണ് എഫ് പ്ലസ് സെല്ല്. അപ്പോൾ അതില്ലാത്ത ആളാണ് എഫ് ഫാക്ടർ ഇല്ലാത്ത ആളാണ് എഫ് മൈനസ് സെല്ല്. അപ്പോൾ എഫ് ഫാക്ടർ ഉള്ള എഫ് പ്ലസ് സെല്ലിൽ നിന്ന് എഫ് ഫാക്ടർ ഇല്ലാത്ത എഫ് മൈനസ് സെല്ലിലേക്ക് കോൺജുഗേഷൻ വഴി എഫ് ഫാക്ടർ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ എഫ് പ്ലസ് സെല്ലിന് എന്ത് എബിലിറ്റി ഉണ്ട്? പില്ലൈ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. കാരണം അതിനൊരു എഫ് പ്ലാസ്മിഡ് ഉണ്ട്. അപ്പോൾ ഈ എഫ് പ്ലാസ്മിഡിൻ്റെ യൂസ് ചെയ്തിട്ട് എഫ് പ്ലസ് സെല്ല് ഒരു പില്ലൈ ഫോം ചെയ്യും. എന്നിട്ട് അതൊരു എഫ് മൈനസ് സെല്ലിനോട് പോയി അറ്റാച്ച് ചെയ്യും. നെക്സ്റ്റ് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ എഫ് പ്ലസ് സെല്ലിൻ്റെ എഫ് പ്ലാസ്മിഡിൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു ഒറിജിൻ ഉണ്ട്. അപ്പോൾ ഈ ഒറിജിനാണ് എഫ് പ്ലാസ്മിഡിൻ്റെ റിപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒറിജിനിൽ വെച്ചിട്ട് ഒരു കട്ട് ഉണ്ടാവും. അതായത് എഫ് പ്ലാസ്മിഡിനെ ഒറിജിനിൽ വെച്ചിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് ആ ഡബിൾ സ്റ്റാൻഡിൽ നിന്ന് എഫ് പ്ലാസ്മിഡ് ഡബിൾ സ്റ്റാൻഡേർഡ് പ്ലാസ്മിഡാണ്. അപ്പോൾ ആ ഡബിൾ സ്റ്റാൻഡേർഡ് എഫ് പ്ലാസ്മിഡിൽ നിന്ന് ഒരു എഫ് പ്ലാസ്മിഡിൻ്റെ ഒറിജിനിൽ നിന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? ഒരു കട്ട് കൊടുക്കും. എന്നിട്ട് അത് ആ ഡബിൾ സ്റ്റാൻഡേർഡ് എഫ് പ്ലാസ്മിഡിൻ്റെ ഒരു സ്ട്രാൻഡിൻ്റെ ഒരു അറ്റം എന്ത് ചെയ്യും? കോൺജുഗേഷൻ പില്ലൈ അല്ലെങ്കിൽ പില്ലയിൽ കൂടി എഫ് മൈനസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ എഫ് മൈനസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു സിംഗിൾ സ്ട്രാൻഡഡ് എഫ് പ്ലാസ്മിഡിൻ്റെ ഒരു സിംഗിൾ സ്ട്രാൻഡ് എഫ് മൈനസ് സെല്ലിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു സിംഗിൾ സ്ട്രാൻഡഡ് എഫ് പ്ലാസ്മിഡാണ് എഫ് മൈനസ് സെല്ലിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ സിംഗിൾ സ്ട്രാൻഡഡ് എഫ് പ്ലാസ്മിഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ടെംപ്ലേറ്റ് പോലെ ആക്ട് ചെയ്യും. എന്നിട്ട് ഈ ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് എഫ് മൈനസ് സെൽ എന്തുണ്ടാക്കും? അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്ട്രാൻഡ് ഉണ്ടാക്കും. എന്നിട്ട് അതിനെ സർക്കുലറൈസ് ചെയ്തിട്ട് അതിനെ ഒരു എഫ് പ്ലാസ്മിഡായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എഫ് മൈനസ് സെല്ല് എന്തുണ്ടാക്കി? ആ ടെംപ്ലേറ്റ്, അത് എഫ് പ്ലസ് സെല്ലിൽ നിന്ന് വന്ന ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് പുതിയൊരു എഫ് ഫാക്ടർ ഉണ്ടാക്കി. അപ്പോൾ എഫ് മൈനസ് സെല്ലിനും എന്തുണ്ടായി? എഫ് ഫാക്ടർ ഉണ്ടായി, അല്ലെങ്കിൽ എഫ് പ്ലാസ്മിഡ് ഉണ്ടായി. അപ്പോൾ എഫ് ഫാക്ടർ സെൽ എന്തായിട്ട് എഫ് മൈനസ് സെൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? എഫ് പ്ലസ് സെല്ലായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എഫ് പ്ലസും എഫ് മൈനസും തമ്മിൽ കോൺജുഗേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക റിസൾട്ടിൽ എന്താ കിട്ടുക? 2 എഫ് പ്ലസ് സെല്ലാണ് കിട്ടുക. അപ്പോൾ ഒന്നുകൂടി പറയാം. ഇപ്പോൾ എഫ് പ്ലാസ്മിഡ് ഉള്ള സെൽസാണ് എഫ് പ്ലസ് സെല്ല് അല്ലെങ്കിൽ ഡോണർ സെല്ല്. എഫ് പ്ലാസ്മിഡ് ഇല്ലാത്ത സെല്ലാണ് എഫ് മൈനസ് സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കണ്ടാൽ അറിയാം, നിങ്ങൾക്ക് പച്ച കളറിൽ കാണുന്നതാണ് എഫ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുള്ള സെല്ലാണ് എഫ് പ്ലസ് സെല്ല്, അതില്ലാത്ത സെല്ലാണ് എഫ് മൈനസ് സെല്ല്. ഇപ്പോൾ ഇതിൽ എഫ് പ്ലസ് സെല്ലാണ് ഡോണർ. കാരണം എഫ് പ്ലാസ്മിഡ് ഉള്ളത് എഫ് പ്ലസ് സെല്ലിലാണ്. അപ്പോൾ അതിനല്ലേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. ഇതിൽ അത് റിസീവ് ചെയ്യുന്ന ആളാണ് എഫ് മൈനസ് സെൽ അല്ലെങ്കിൽ റെസിപ്പിയൻറ്റ്. അപ്പോൾ എഫ് പ്ലാസ്മിഡ് ഉണ്ടെങ്കിൽ ആ സെല്ലിന് എന്ത് എബിലിറ്റി ഉണ്ടാവും? പില്ലൈ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. അപ്പോൾ എഫ് പ്ലസ് സെല്ല് എന്ത് ചെയ്യും? ഒരു പില്ലൈ ഫോം ചെയ്തിട്ട് എഫ് മൈനസ് സെല്ലിനോട് പോയി അറ്റാച്ച് ചെയ്യും. നെക്സ്റ്റ് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ എഫ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ പ്ലാസ്മിഡ് ആണ്. അപ്പോൾ ആ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ പ്ലാസ്മിഡിന് അല്ലെങ്കിൽ എഫ് പ്ലാസ്മിഡിന് ഒരു ഒറിജിൻ ഉണ്ട്. ആ ഒറിജിനിൽ വെച്ചിട്ട് ഒരു കട്ട് ഉണ്ടാവും. അപ്പോൾ ആ കട്ട് വഴി എന്താണ്? എഫ് പ്ലാസ്മിഡിൻ്റെ ഒരു സിംഗിൾ സ്ട്രാൻഡിൻ്റെ ഒരറ്റം, ഈ മൂന്നാമത്തെ ഫിഗറിലാണ് നോക്കുക, മൂന്നാമത്തെ ഫിഗർ നോക്കുക. എഫ് പ്ലാസ്മിഡിൻ്റെ സിംഗിൾ സ്ട്രാൻഡിൻ്റെ ഒരറ്റം എഫ് പ്ലസ് സെല്ലിൽ നിന്ന് എഫ് മൈനസ് സെല്ലിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് എഫ് പ്ലാസ്മിഡാണ് എഫ് പ്ലസ് സെല്ലിൽ നിന്ന് എഫ് മൈനസ് സെല്ലിലേക്ക് വരുന്നത്. അപ്പോൾ ആ സിംഗിൾ സ്റ്റാൻഡേർഡ് എഫ് പ്ലാസ്മിഡിൻ്റെ ഭാഗം ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് എഫ് മൈനസ് സെല്ല് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് DNA സിന്തസൈസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കറിയാം DNA സിന്തസിസിന് എന്ത് വേണം? ടെംപ്ലേറ്റ് വേണം. അപ്പോൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിരിക്കണം. അപ്പോൾ എഫ് പ്ലാസ്മിഡിൻ്റെ സിംഗിൾ സ്റ്റാൻഡാണ് ഇപ്പോൾ എഫ് പ്ലസ് സെല്ലിൽ നിന്ന് എഫ് മൈനസിലേക്ക് വന്നത്. അതുകൊണ്ട് അത് ടെംപ്ലേറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് എഫ് മൈനസ് സെല്ല് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്ട്രാൻഡ് ഉണ്ടാക്കും. എന്നിട്ട് അതിനെ സർക്കുലറൈസ് ചെയ്യും. എന്നിട്ട് അതിനെ വട്ടത്തിലാക്കിയിട്ട് പുതിയൊരു എഫ് ഫാക്ടർ ഉണ്ടാക്കും, അല്ലെങ്കിൽ എഫ് പ്ലാസ്മിഡ് ഉണ്ടാക്കും എഫ് മൈനസ് സെല്ല്. അപ്പോൾ എഫ് മൈനസ് സെല്ലിൽ എഫ് പ്ലാസ്മിഡ്, പുതിയൊരു എഫ് പ്ലാസ്മിഡ് ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ എഫ് മൈനസ് സെല്ല് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എഫ് പ്ലസ് സെല്ലായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എഫ് പ്ലസും എഫ് മൈനസും തമ്മിൽ കോൺജുഗേഷൻ നടന്നാൽ 2 എഫ് പ്ലസ് സെല്ലാണ് കിട്ടുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് HFRും എഫ് മൈനസും തമ്മിലുള്ള കോൺജുഗേഷനാണ്. ദി സെക്കൻഡ് ടൈപ്പ് ഓഫ് കോൺജുഗേഷൻ ഈസ് HFR ആൻഡ് എഫ് മൈനസ് കോൺജുഗേഷൻ. സോ വാട്ട് ഈസ് HFR cell? HFR is high frequency recombination cells. How HFR is formed? HFR is formed by the integration of F plasmid into the bacterial chromosome or the donor chromosome.
അപ്പോൾ HFR ഇൻറ്റു HFRും F- തമ്മിലുള്ള കോൺജുഗേഷനാണ് രണ്ടാമത്തെ കോൺജുഗേഷൻ. അപ്പോൾ HFR എന്ന് വെച്ചാൽ എന്താണ്? HFR എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ സെൽസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് HFR സെല്ല് ഫോം ചെയ്യുന്നതാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ HFR സെല്ല് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഡോണർ സെല്ല് അല്ലെങ്കിൽ F+ സെല്ലിന് എന്തെല്ലാം ഉണ്ട്? ഒരു F പ്ലാസ്മിഡ് ഉണ്ട്, പിന്നെ അതിൻ്റെ സ്വന്തം ക്രോമസോമും ഉണ്ട്, ഡോണർ ക്രോമസോമും ഉണ്ട്. അപ്പോൾ ഈ F പ്ലാസ്മിഡ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ F പ്ലാസ്മിഡ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ F പ്ലാസ്മിഡ് പോയിട്ട് ഡോണർ ക്രോമസോം അല്ലെങ്കിൽ ബാക്ടീരിയൽ ക്രോമസോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് HFR സെൽ എന്ന് പറയുന്നത്. അതായത് F പ്ലാസ്മിഡ് പോയിട്ട് ആരുമായിട്ട് കൂടിച്ചേരും? ബാക്ടീരിയൻ്റെ സ്വന്തം ക്രോമസോമായിട്ട് കൂടി ചേർന്നിട്ട് HFR സെൽസ് ഫോം ചെയ്യും. അപ്പോൾ HFR സെല്ല് ഫോം ചെയ്യുന്നത് മനസ്സിലാക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ F പ്ലാസ്മിഡ് ഉണ്ടാവും F+ സെല്ലിന്. F+ സെൽസിന് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് F പ്ലാസ്മിഡ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ സ്വന്തം ബാക്ടീരിയൽ ക്രോമസോം ഉണ്ടാവും. അപ്പോൾ ഈ ബാക്ടീരിയൽ ക്രോമസോമിനോട് ഈ F പ്ലാസ്മിഡ് പോയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് HFR സെല്ല് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് HFRും F- തമ്മിലുള്ള കോൺജുഗേഷനാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് ഫിഗറിൽ കാണിക്കുന്നത് HFRൻ്റെ ഫോമേഷനാണ്. അതായത് HFR എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? F പ്ലാസ്മിഡ് പോയിട്ട് ബാക്ടീരിയൽ ക്രോമസോമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് HFR സെല്ല് ഫോം ചെയ്യുന്നത്. അപ്പോൾ HFRും F- തമ്മിലുള്ള കോൺജുഗേഷനാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ F+ഉം F- സെല്ലും തമ്മിലുള്ള കോൺജുഗേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതേ സ്റ്റെപ്സ് തന്നെയാണ്. അപ്പോൾ ഈ F ഫാക്ടറിൻ്റെ ഒറിജിനിൽ ഒരു നിക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഉണ്ടാവും. എന്നിട്ട് F ഫാക്ടറിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യും? അല്ല F ഫാക്ടറിൻ്റെ ഒരു ഭാഗം F+ സെല്ലിൽ നിന്ന് F- സെല്ലിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് F ഫാക്ടർ F+ സെല്ലിൽ നിന്ന് F- സെല്ലിലേക്ക് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് F ഫാക്ടർ F+ സെല്ലിൽ നിന്ന് F- സെല്ലിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ F- സെല്ല് F+ സെല്ലായിട്ട് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് കംപ്ലീറ്റ് F ഫാക്ടർ മൂവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ HFRും F- തമ്മിൽ ക്രോസ് ചെയ്താൽ നമുക്ക് കിട്ടുക HFRും F- സെല്ലും തന്നെയാണ്. അതായത് F- സെല്ല് ഒരിക്കലും എന്തായിട്ട് മാറൂല? F+ സെല്ലായിട്ട് മാറൂല. കാരണം കംപ്ലീറ്റ് ആയിട്ട് F ഫാക്ടർ F+ സെല്ലിൽ നിന്ന് F- സെല്ലിലേക്ക് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ HFR കോൺജുഗേഷൻ എന്താണ്? HFR എന്ന് വെച്ചാൽ എന്താണ്? HFR എന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ സെൽസ് ആണ്. ഹൗ ഇറ്റ് ഈസ് ഫോംഡ്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി ഇൻ്റഗ്രേഷൻ ഓഫ് F പ്ലാസ്മിഡ് വിത്ത് ബാക്ടീരിയൽ ക്രോമസോം to form HFR cell. And when an HFR cell undergo conjugation with F- cell, there occurs a nick in the F plasmid in the origin, and one part of the F plasmid start moving from donor cell to recipient cell, and as only one part of the bacterial chromosome F factor moves from donor cell to recipient cell, and complete transfer of F plasmid does not take place from donor cell to recipient cell, the F- cell remains F-, and as a result of the conjugation, the HFR cell and F- will be obtained. The F- cell cannot be converted into F+ cell because there occurs only partial transfer of F factor from HFR cell to F- cell. Complete transfer of F factor does not occur from HFR cell to F- cell. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കോൺജുഗേഷൻ ആണ് HFRും F- തമ്മിലുള്ള കോൺജുഗേഷൻ. അപ്പോൾ HFR എന്ന് വെച്ചാൽ എന്താണ്? ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ സെൽസ് ആണ് HFR സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ HFR സെൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അതായത് F പ്ലാസ്മിഡ് ബാക്ടീരിയൽ ക്രോമസോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് HFR സെൽ എന്ന് പറയുന്നത്. അതായത് ഈ F പ്ലാസ്മിഡ് ഉണ്ടാവും. അപ്പോൾ F+ സെൽസിന് അല്ലെങ്കിൽ ഡോണർ സെൽസിന് അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഡോണർ ബാക്ടീരിയൽ ക്രോമസോം ഉണ്ടാവും അല്ലെങ്കിൽ ഡോണർ ക്രോമസോം ഉണ്ടാവും. അതുകൂടാതെ ഒരു F പ്ലാസ്മിഡ് ഉണ്ടാവും. അപ്പോൾ ഈ F പ്ലാസ്മിഡ് പോയിട്ട് ഈ ബാക്ടീരിയൽ ക്രോമസോം അല്ലെങ്കിൽ ഡോണർ ക്രോമസോമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് ആ സെല്ല് HFR സെല്ലായിട്ട് മാറുന്നത്. അപ്പോൾ ഈ HFR സെല്ലും F- തമ്മിലുള്ള കോൺജുഗേഷനാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ F+ഉം F- നമ്മളിപ്പം പഠിച്ചു. അപ്പോൾ അതേ സ്റ്റെപ്സ് തന്നെയാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത F ഫാക്ടർ ഉണ്ടാവില്ലേ, ഇൻ്റഗ്രേറ്റ് ചെയ്ത ബാക്ടീരിയൽ ക്രോമസോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത F ഫാക്ടർ ഉണ്ടാവും HFR സെല്ലിലും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത F ഫാക്ടറിൻ്റെ ഒറിജിനിൽ നിന്ന് ഒരു നിക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഉണ്ടാവും. എന്നിട്ട് F പ്ലാസ്മിഡിൻ്റെ ഒരു ഭാഗം മാത്രം ആണ് മൂവ് ചെയ്യുക. ഇവിടുന്ന് HFR സെല്ലിൽ നിന്ന് F- സെല്ലിലേക്ക്.
അപ്പോൾ എഫ് ഫാക്ടറിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മൂവ് ചെയ്യുന്നത് HFR സെല്ലിൽ നിന്ന് F- സെല്ലിലേക്ക്. അപ്പം കംപ്ലീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അപ്പോൾ എഫ് ഫാക്ടർ കംപ്ലീറ്റ് ആയിട്ട് F+ സെല്ലിൽ നിന്ന് F- സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ആ F- സെല്ല് F+ സെല്ലായിട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എഫ് ഫാക്ടറിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എവിടെ നിന്ന് മൂവ് ചെയ്യുന്നത്? HFR നിന്ന് F- മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ F- സെൽ തന്നെയായിട്ടിരിക്കും. അത് F+ സെല്ലായിട്ട് മാറൂല. F- സെൽ എന്തുകൊണ്ടാണ് F+ സെല്ലായിട്ട് മാറാത്തത്? കാരണം എഫ് ഫാക്ടറിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ നടക്കാത്തത് കൊണ്ടാണ് F- സെല്ല് F+ സെല്ലായിട്ട് കൺവേർട്ട് ചെയ്യാത്തത്. അപ്പോൾ HFRഉം F- തമ്മിൽ കോൺജുഗേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുക HFRഉം F- സെല്ലും തന്നെയാണ്. അതായത് F- സെല്ല് ഒരിക്കലും F+ ആയിട്ട് കൺവേർട്ട് ചെയ്യില്ല. കാരണം F പ്ലാസ്മിഡിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ HFRൽ നിന്ന് F- നടക്കുന്നില്ല. അതായത് F പ്ലാസ്മിഡിൻ്റെ ഒരു ഭാഗം മാത്രമേ അതിലേക്ക് മൂവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് F- സെല്ല് F+ ആയിട്ട് മാറാത്തത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോൺജുഗേഷൻ ഈസ് sex adduction or F' conjugation. The F' conjugation is the third type of conjugation, also known as sex adduction. So how the F' cells are formed? The F' cells are formed by the reversion of integrated F factor that occurs during the HFR cell formation. When the F factor reverts from the integrated state to free state, it may sometimes carry with it some chromosomal DNA from the adjacent site of its attachment. Such a factor is known as the F' factor. So you know how HFR cell is formed. HFR cell is formed by the integration of F plasmid with the bacterial chromosome. And sometimes these integrated F factor will revert back or expel itself from this integrated state to a free state. While moving into a free state, it will take with it some parts of the bacterial chromosome with it, and such a cell is known as F' cell. And this is the picture showing the formation of F' cell. There is an HFR cell. The red color show F plasmid, and the green and the blue color shows bacterial chromosome. So the HFR cell consists of bacterial chromosome integrated with the F factor, or the red color F factor integrated with the blue color bacterial chromosome. Sometimes this integrated F factor try to expel itself or try to escape itself from this integrated state, and during escaping or reversion, the F factor will carry some of the bacterial parts of the bacterial chromosome with it, and such a cell is known as F' cell. ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ട മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കോൺജുഗേഷൻ ആണ് സെക്സ് ഡക്ഷൻ അല്ലെങ്കിൽ F' കോൺജുഗേഷൻ എന്ന് പറയും. അപ്പോൾ ഈ കോൺജുഗേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കോൺജുഗേഷൻ പലതവണ ഷോർട്ട് എസ്സേക്കും എസ്സേക്കും ചോദിച്ചതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കോൺജുഗേഷൻ ആണ് F' കോൺജുഗേഷൻ. അപ്പോൾ F' കോൺജുഗേഷൻ്റെ വേറൊരു പേരാണ് സെക്സ് ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം F' സെൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് പഠിക്കണം. അപ്പോൾ HFR സെൽ എങ്ങനെയായിരുന്നു ഫോം ചെയ്തത്? F പ്ലാസ്മിഡ് ബാക്ടീരിയൽ ക്രോമോസോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് HFR സെല്ല് ഫോം ചെയ്തത്. അപ്പോൾ ചില സമയങ്ങളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത F പ്ലാസ്മിഡ് എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതായത് പുറത്തേക്ക് പോകാൻ ശ്രമിക്കും. അതായത് ഇൻ്റഗ്രേറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പുറത്തേക്ക് പോകാൻ ശ്രമിക്കും. ആര്? ഇൻ്റഗ്രേറ്റഡ് F പ്ലാസ്മിഡ്. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അത് ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ ചില ഭാഗങ്ങളും കൂടി അതിൻ്റെ കൂടെ കൊണ്ടുപോകും. അതായത് അത് വെറുതെ അങ്ങ് പോകില്ല. അത് എന്ത് ചെയ്യും? ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ ചില ഭാഗങ്ങളും കൂടി അതിൻ്റെ കൂടെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ ഫോം ചെയ്യുന്ന സെല്ലാണ് F' സെൽ എന്ന് പറയുന്നത്. അപ്പോൾ HFR സെൽ ഫോമേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്തിൻ്റെ ഫോമേഷൻ? F' സെല്ലിൻ്റെ ഫോമേഷൻ. അതായത് HFR സെല്ല് ഫോം ചെയ്യുന്നത് F ഫാക്ടർ ബാക്ടീരിയൽ ക്രോമസോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടല്ലേ ഫോം ചെയ്യുന്നത്. പക്ഷേ F' ക്രോമസോം ഫോം ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്ത F ഫാക്ടർ ബാക്ടീരിയൽ ക്രോമസോമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് F' ക്രോമസോം ഫോം ചെയ്യുന്നത്. അപ്പോൾ F' സെല്ല് എന്താണെന്ന് ഒന്നുകൂടി പറയാം. അപ്പോൾ HFR ഈ ഫിഗർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ HFR സെല്ല് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്?
റെഡ് കളറിലുള്ള എഫ് പ്ലാസ്മിഡ് ബ്ലൂ കളറിലുള്ള ബാക്ടീരിയൽ പ്ലാസ്മിഡായിട്ട് അല്ലെങ്കിൽ ബാക്ടീരിയൽ ക്രോമോസോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, HFR സെല്ല് ഫോം ചെയ്യുന്നത്. അപ്പോൾ HFR സെല്ല് ഫോം ചെയ്യുന്നത് റെഡ് കളറിലുള്ള എഫ് ഫാക്ടർ ബ്ലൂ കളറിലുള്ള ബാക്ടീരിയൽ ക്രോമോസോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് HFR സെല്ല് ഫോം ചെയ്യുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത എഫ് ഫാക്ടർ പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പോൾ രക്ഷപ്പെട്ട് പോകുമ്പോൾ അതെന്ത് ചെയ്യും, അത് വെറുതെ അങ്ങ് പോകില്ല, അതെന്ത് ചെയ്യും, അത് ബാക്ടീരിയൽ ക്രോമോസോമിൻ്റെ ചില ഭാഗങ്ങളും കൂടി അതിൻ്റെ കൂടെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത സ്റ്റേറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന എഫ് ഫാക്ടർ ബാക്ടീരിയൽ ക്രോമോസോമിൻ്റെ ചില ഭാഗങ്ങളും കൂടി അതിൻ്റെ കൂടെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ ഫോം ചെയ്യുന്ന സെല്ലാണ് എഫ് പ്രൈം സെല്ലെന്ന് പറയുന്നത്. അപ്പോൾ എഫ് പ്രൈമും പിന്നെ എഫ് പ്രൈമും പിന്നെ എഫ് മൈനസ് സെല്ലും കോൺജുഗേഷൻ നടന്നാൽ എന്താ കിട്ടുക, എഫ് മൈനസ് സെല്ല് തന്നെയാണ് കിട്ടുക. ഇതാണ് 3 ടൈപ്പ് ഓഫ് കോൺജുഗേഷൻ. ലാസ്റ്റ് സ്ലൈഡിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതിന് ഞാൻ കാണിച്ചിരിക്കുന്നത് HFR ഇൻറ്റു എഫ് മൈനസ് കോൺജുഗേഷനാണ്. റെഡിക്ക് അത് എഫ് പ്രൈം കോൺജുഗേഷൻ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ കോൺജുഗേഷൻ എഫ് പ്രൈം കോൺജുഗേഷനാണ്. അപ്പോൾ അത് എഫ് പ്രൈം കോൺജുഗേഷൻ എന്ന് എഴുതണം, HFR ഇൻറ്റു എഫ് മൈനസ് കോൺജുഗേഷൻ എന്ന് എഴുതരുത്. അപ്പോൾ മൂന്നാമത്തെ കോൺജുഗേഷൻ എഫ് പ്രൈം ആണ്. അപ്പോൾ അത് ആ ഹെഡിങ് മാറ്റിയിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതുക. അപ്പോൾ എഫ് പ്രൈം കോൺജുഗേഷനാണ്. പിന്നെ ഈ ഫിഗേഴ്സൊക്കെ വരയ്ക്കുക. അപ്പം എഫ് പ്ലസും എഫ് മൈനസും തമ്മിൽ കോൺജുഗേഷൻ നടന്നാൽ 2 എഫ് പ്ലസ് സെല്ല് കിട്ടും. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കോൺജുഗേഷനാണ് HFRും എഫ് മൈനസും തമ്മിലുള്ള കോൺജുഗേഷൻ. അപ്പോൾ HFR സെല്ല് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എഫ് പ്ലാസ്മിഡ് ബാക്ടീരിയൽ ക്രോമോസോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് HFR സെല്ല് ഫോം ചെയ്യുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കോൺജുഗേഷനാണ്. അപ്പോൾ ആ HFR ഇൻറ്റു എഫ് മൈനസ് കോൺജുഗേഷൻ നടന്നു കഴിഞ്ഞാൽ എഫ് മൈനസ് സെല്ല് തന്നെയാണ് കിട്ടുക, കാരണം കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എഫ് പ്ലാസ്മിഡ് നടക്കുന്നില്ല. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കോൺജുഗേഷനാണ് എഫ് പ്രൈം കോൺജുഗേഷൻ. അപ്പോൾ എഫ് പ്രൈം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്ത എഫ് ഫാക്ടർ പുറത്തേക്ക് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അത് ബാക്ടീരിയൽ ക്രോമോസോമിൻ്റെ ചില ഭാഗങ്ങളും കൂടി അതിൻ്റെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയാണ് എഫ് പ്രൈം ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹെഡിങ്ങിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കോൺജുഗേഷൻ എഫ് പ്രൈം കോൺജുഗേഷനാണ്. ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് HFR ഇൻറ്റു എഫ് മൈനസ് കോൺജുഗേഷനാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അത് രണ്ടാമത്തെ കോൺജുഗേഷനാണ്. ഇപ്പോൾ ഇവിടെ മൂന്നാമത്തേതായിട്ട് നമ്മൾ എഴുതേണ്ടത് ഈ HFR ഇൻറ്റു എഫ് മൈനസ് കോൺജുഗേഷന് പകരം എഫ് പ്രൈം കോൺജുഗേഷൻ എന്നാണ്. ഓക്കെ, അതിൻ്റെ അടിയിലൊക്കെ സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ വേറെ എഫ് പ്രൈം കോൺജുഗേഷൻ്റെ വേറെ പേരാണ് സെക്സ് ഡക്ഷൻ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ കോൺജുഗേഷൻ ഉപയോഗിച്ചിട്ടുള്ള മാപ്പിംഗ് പഠിക്കും. അപ്പോൾ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.